ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2024 PSC സയൻസിൽ നിന്നും ആവർത്തിച്ച മുഴുവൻ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുവരെ നടത്തിയ എല്ലാ എക്സാമിൻ്റെയും സയൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് 2024 നടത്തിയ ഇന്ത്യൻ ഭൂമിശാസ്ത്രം, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി എന്നിവയുടെയൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ അത് കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സീറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റമിൻ്റെ തുടർച്ചയായ അഭാവമാണ്? കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സീറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവമാണ്? ഓപ്ഷൻ ഡി വിറ്റമിൻ എ. വിറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലമാണ് കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സീറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന മറ്റൊരു രോഗമാണ് നിശാന്തത. അതുകൂടി നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലിസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം ഏത്? പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം ഏത്? ഓപ്ഷൻ ബി മലമ്പനി. മലമ്പനിയാണ് പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലിസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏത്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏത്? ഓപ്ഷൻ സി പാൻക്രിയാസ്. ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ MS സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28. ഈയിടയ്ക്ക് PSC കറണ്ട് അഫയേഴ്സിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, 2023 സെപ്റ്റംബർ 28 MS സ്വാമിനാഥൻ അന്തരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരാറുണ്ട്. എന്തുകൊണ്ട്? പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരാറുണ്ട്. എന്തുകൊണ്ട്? ഓപ്ഷൻ എ അന്തരീക്ഷമർദ്ദം കുറവും രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലും ആയതിനാലാണ് പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരുന്നത്. എന്തുകൊണ്ടാണ്? അന്തരീക്ഷമർദ്ദം കുറവും രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലും ആയതുകൊണ്ട്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ക്ലോറോഫോം. ക്ലോറോഫോമാണ് താഴെ തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി 4 മാത്രം. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി എന്നുള്ള പ്രസ്താവനയാണ് തെറ്റ്. അപ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. അപ്പോൾ ഒന്നുകൂടി നോക്കാം. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? ഓപ്ഷൻ ബി സമ്പർക്കം മുഖേന. അപ്പോൾ സമ്പർക്കം മുഖേനയാണ് കുഷ്ഠം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഓപ്ഷൻ എ സ്നേഹസ്പർശം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം.
രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി മോണോസൈറ്റും ന്യൂട്രോഫിലും. പയർചെടിയുടെ സങ്കരയിനം ഏതാണ്? പയർചെടിയുടെ സങ്കരയിനം ഏതാണ്? ഓപ്ഷൻ ബി ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മിയാണ് പയർചെടിയുടെ സങ്കരയിനം. വനവിഭവം അല്ലാത്തത് ഏതാണ്? വനവിഭവം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി മണ്ണെണ്ണ. പശ, തേൻ, കോലരക്ക് ഇവയൊക്കെയാണ് വനവിഭവം. ഏതൊക്കെയാണ്? പശ, തേൻ, കോലരക്ക്. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഓപ്ഷൻ എ സൾഫർ ഡൈ ഓക്സൈഡ്. സൾഫർ ഡൈ ഓക്സൈഡാണ് അമ്ലമഴയ്ക്ക് കാരണം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം ഓപ്ഷൻ എ 7. 7 ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ സി റൂദർഫോർഡ്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടേതാണ്? റൂദർഫോർഡിൻ്റെ. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ ഡി സിങ്ക്. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ 18ാമത്തെ ഗ്രൂപ്പിൽ. 18ാമത്തെ ഗ്രൂപ്പിലാണ് ഉത്കൃഷ്ടവാതകങ്ങൾ ഉൾപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ഡി ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. അപ്പോൾ ജ്വലനത്തിന്, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി, കൃത്രിമ ശ്വസനത്തിന് ഇവയൊക്കെ ഓക്സിജൻ ഉപയോഗിക്കുന്നു. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഓപ്ഷൻ ബി കാർമോയ്സിൻ. കാർമോയ്സിനാണ് ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഓപ്ഷൻ ബി ഭ്രമണചലനം. ഭ്രമണചലനമാണ് ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ഓപ്ഷൻ എ രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മയാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് ഓപ്ഷൻ ഡി അപവർത്തനം. അപ്പോൾ അപവർത്തനം എന്ന് പറഞ്ഞാൽ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേക്ഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേക്ഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ബാഷ്പീകരണം. ബാഷ്പീകരണം ആണ് താപപ്രേക്ഷണ രീതിയിൽ ഉൾപ്പെടാത്തത്. ചാലനം, സംവഹനം, വികിരണം ഇവയൊക്കെ താപപ്രേക്ഷണ രീതിയിൽ ഉൾപ്പെടുന്നവയാണ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ 1, 2. കാറ്റ്, തിരമാല എന്നിവയാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം. പെട്രോൾ, കൽക്കരി എന്നിവ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണമാണ്. പെട്രോൾ, കൽക്കരി എന്നിവ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിനും കാറ്റ്, തിരമാല എന്നിവ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിനും ഉദാഹരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഓപ്ഷൻ സി കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? ഓപ്ഷൻ സി വിജാഗിരി സന്ധി.
സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ ഭാഗം. ഓപ്ഷൻ സി ട്രക്കിയ. ട്രക്കിയ ആണ് സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ ഭാഗം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ജീവി ശാസ്ത്രനാമം. ശരിയായ ജോഡികൾ ഏതെല്ലാം? തന്നിരിക്കുന്നതിൽ ജീവിയും അവയുടെ ശാസ്ത്രനാമവുമാണ് തന്നിരിക്കുന്നത്. ശരിയായ ജോഡികൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം. ഉത്തരം ഓപ്ഷൻ ബി 1 3. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ്. കാക്ക കോർവസ് സ്പ്ലെൻഡൻസ്. മയിലിൻ്റെ ശാസ്ത്രീയ നാമമാണ് പാവോ ക്രിസ്റ്റാറ്റസ്. നായയുടെ ശാസ്ത്രീയ നാമമാണ് കാനിസ് ഫെമിലിയാരിസ്. അപ്പോൾ പൂച്ചയുടെ ശാസ്ത്രീയ നാമമാണ് ഫെലിസ് ഡൊമസ്റ്റിക്കസ്. നായയുടെ ശാസ്ത്രീയ നാമം കാനിസ് ഫെമിലിയാരിസ്. കാക്കയുടെ ശാസ്ത്രീയ നാമമാണ് കോർവസ് സ്പ്ലെൻഡൻസ്. മയിലിൻ്റെ ശാസ്ത്രീയ നാമമാണ് പാവോ ക്രിസ്റ്റാറ്റസ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ജീവികൾ ഹൃദയ അറകൾ. ശരിയായ ജോഡികൾ കണ്ടുപിടിക്കുക. ജീവികളും അവയുടെ ഹൃദയ അറകളുടെ എണ്ണവുമാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്നും ശരിയായ ജോഡിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഉത്തരം ഓപ്ഷൻ സി A3. അതായത് പാറ്റയ്ക്ക് ഉള്ള ഹൃദയ അറകളുടെ എണ്ണമാണ് 13. B4. പല്ലിയുടെ ഹൃദയ അറയുടെ എണ്ണമാണ് 3. C1. പക്ഷിയുടെ ഹൃദയ അറകളാണ് 4. D2. മത്സ്യത്തിൻ്റെ ഹൃദയ അറകളാണ് 2. ഒന്നുകൂടി നോക്കാം. പാറ്റയ്ക്കുള്ള ഹൃദയ അറകളുടെ എണ്ണം 13. പല്ലിയുടെ ഹൃദയ അറകളുടെ എണ്ണം 3. പക്ഷിയുടെ ഹൃദയ അറകളുടെ എണ്ണം 4. മത്സ്യത്തിൻ്റെ ഹൃദയ അറകളുടെ എണ്ണം 2. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീം ആണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീം ആണ്? ഓപ്ഷൻ ഡി 2023. അപ്പോൾ 2023 പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. സങ്കരയിനം തക്കാളി അല്ലാത്തത്. സങ്കരയിനം തക്കാളി അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ഹരിത. മുക്തി, അക്ഷയ, അനഘ എന്നിവയൊക്കെ സങ്കരയിനം തക്കാളികളാണ്. ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? അഥവാ SI യൂണിറ്റ് ഏതാണ്? ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് അഥവാ SI യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ സി ന്യൂട്ടൺ. 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്ര? 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്ര? ഓപ്ഷൻ എ 4 ഡയോപ്റ്റർ. 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവറാണ് 4 ഡയോപ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു കുതിരശക്തി 1 HP എന്നത് ഡാഷ് വാട്ട് ആകുന്നു. ഒരു കുതിരശക്തി 1 HP എന്നത് ഡാഷ് വാട്ട് ആകുന്നു. ഓപ്ഷൻ ഡി 746 വാട്ട്. ഒരു കുതിരശക്തി എന്ന് പറയുന്നത് 746 വാട്ടാണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? നിലവിലെ ISRO ചെയർമാൻ ആരാണ്? എസ് സോമനാഥ്. എസ് സോമനാഥാണ് നിലവിലെ ISRO ചെയർമാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്ത്? ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്ത്? ഓപ്ഷൻ ബി പ്രഗ്യാൻ. പ്രഗ്യാനാണ് ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേര്. ലാൻഡറിൻ്റെ പേര് ചോദിച്ചാൽ വിക്രം. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്? സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിർണയ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ എ അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യമാണ് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 3 മാത്രം ശരി. അതായത് ക്ഷയം, ചിക്കൻ പോക്സ്. ക്ഷയം, ചിക്കൻ പോക്സ് എന്നിവയാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാവുന്നത് ഏത് വിറ്റമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാവുന്നത് ഏത് വിറ്റമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? ഓപ്ഷൻ ബി വിറ്റമിൻ എ. വിറ്റമിൻ എയുടെ കുറവ് മൂലമാണ് സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്ന്? കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്ന്?
ഓപ്ഷൻ എ 2014 നവംബർ 9. 2014 നവംബർ 9-നാണ് കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത്. ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ സി കണ്ണ്. ഗ്ലോക്കോമ ബാധിക്കുന്ന ശരീരഭാഗമാണ് കണ്ണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്ന്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്ന്? ഓപ്ഷൻ എ 2023 സെപ്റ്റംബർ 28. 2023 സെപ്റ്റംബർ 28-നാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ എലിപ്പനി. എലിപ്പനി ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. എയ്ഡ്സ്, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി എന്നിവയൊക്കെ വൈറസ് രോഗമാണ്. ഏതൊക്കെയാണ്? എയ്ഡ്സ്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവ വൈറസ് രോഗവും എലിപ്പനി ബാക്ടീരിയ രോഗവുമാണ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി മലേറിയ. അമിത രക്തസമ്മർദ്ദം, ഫാറ്റി ലിവർ, പക്ഷാഘാതം ഇവയൊക്കെ ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്നവയാണ്. ഏതൊക്കെയാണ്? അമിത രക്തസമ്മർദ്ദം, ഫാറ്റി ലിവർ, പക്ഷാഘാതം ഇവയൊക്കെ ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. മാനസികാരോഗ്യ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? മാനസികാരോഗ്യ വിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ ബി സ്നേഹക്കൂട്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം? കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം? ഓപ്ഷൻ ഡി സൗത്ത് ആഫ്രിക്ക. ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി നെഫ്രൈറ്റിസ്. ആസ്മ, എംഫിസിമ, ബ്രോങ്കൈറ്റിസ് എന്നിവയൊക്കെ ശ്വാസകോശ രോഗങ്ങളാണ്. ഏതൊക്കെയാണ്? ആസ്മ, എംഫിസിമ, ബ്രോങ്കൈറ്റിസ് എന്നിവയൊക്കെ ശ്വാസകോശ രോഗങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി? ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി? ഓപ്ഷൻ എ മാതൃജ്യോതി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ഓപ്ഷൻ എ ത്വക്ക്. ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്തുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 2ഉം 4ഉം ശരി. ക്ഷയം ഒരു ബാക്ടീരിയ രോഗമാണ്. നിപ്പ ഒരു വൈറസ് രോഗമാണ്. ക്ഷയം ഒരു ബാക്ടീരിയ രോഗവും നിപ്പ ഒരു വൈറസ് രോഗവുമാണ്. എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ്. വട്ടച്ചൊറി ഒരു ഫംഗസ് രോഗമാണ്. അപ്പോൾ എലിപ്പനി ബാക്ടീരിയ രോഗം, ക്ഷയം ബാക്ടീരിയ രോഗമാണ്, വട്ടച്ചൊറി ഫംഗസ് രോഗമാണ്, നിപ്പ വൈറസ് രോഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. 4DS എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം ഏത്? 4DS എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം ഏത്? ഓപ്ഷൻ ബി പെല്ലാഗ്ര. പെല്ലാഗ്രയാണ് 4DS എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം. AB രക്തഗ്രൂപ്പ് ഉള്ള വ്യക്തികൾക്ക് സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ എന്തിൻ്റെ അഭാവം മൂലമാണ്? AB ഗ്രൂപ്പുള്ള വ്യക്തികൾക്ക് സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ എന്തിൻ്റെ അഭാവം മൂലമാണ്? ഓപ്ഷൻ ബി പ്ലാസ്മയിൽ ആൻറ്റിബോഡി Aയും Bയും ഇല്ല. പ്ലാസ്മയിൽ ആൻറ്റിബോഡി Aയും Bയും ഇല്ലാത്തതാണ് AB രക്തഗ്രൂപ്പുള്ള വ്യക്തികൾക്ക് സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു? ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു? ഓപ്ഷൻ സി പൊട്ടാസ്യം. മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ
ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ ഡി മെലാറ്റോണിൻ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി. ഓപ്ഷൻ സി പരിരക്ഷ. 1987 വായു മലിനീകരണം തടയലും നിയന്ത്രണവും ഭേദഗതി നിയമത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. 1987 വായു മലിനീകരണം തടയലും നിയന്ത്രണവും ഭേദഗതി നിയമത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഓപ്ഷൻ എ ശബ്ദം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുന്നു. അപ്പോൾ അതിൻ്റെ തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. VE എന്നത് ഭൂമിയുടെ പാലായന വേഗത്തെയും VO എന്നത് ഭൂമിയുടെ പരമാവധി അടുത്ത് പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിൻ്റെ പരിക്രമണ വേഗത്തെയും പ്രതിനിധീകരിക്കുന്നു എങ്കിൽ അവ തമ്മിലുള്ള ബന്ധം. VE എന്നത് ഭൂമിയുടെ പാലായന പ്രവേഗത്തെയും VO എന്നത് ഭൂമിയുടെ പരമാവധി അടുത്ത് പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിൻ്റെ പരിക്രമണ വേഗത്തെയും പ്രതിനിധീകരിക്കുന്നു എങ്കിൽ അവ തമ്മിലുള്ള ബന്ധം. ഓപ്ഷൻ എ VE √2 VO. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ വക്രത ആരം 24 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഫോക്കസ് ദൂരം. ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ വക്രത ആരം 24 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഫോക്കസ് ദൂരം എത്ര? ഓപ്ഷൻ സി 12 സെൻറ്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1ഉം 2ഉം. ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6ലാണ് കാണപ്പെടുന്നത്. ഗ്ലാസ് ഒരു കഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. ഗ്ലാസ് ഒരു കഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന? ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6ലാണ് കാണപ്പെടുന്നത്. ഗ്ലാസ് ഒരു കഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ചാൾസ് നിയമം. ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്രാഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിൻ്റെ 6.022 × 10⁻23 തന്മാത്രകളുടെ പിണ്ഡം എത്ര? ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്രാഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിൻ്റെ 6.022 × 10⁻23 തന്മാത്രകളുടെ പിണ്ഡം എത്ര? ഉത്തരം ഓപ്ഷൻ എ 108 ഗ്രാം. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് ഏതു വർഷം? അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് ഏതു വർഷം? ഓപ്ഷൻ സി 2019. 2019 അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറി-ബെറിയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ ഏതെന്ന് തിരഞ്ഞെടുക്കുക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറി-ബെറിയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ ഏതെന്ന് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 2, 4, 5 എന്നിവ ശരി. തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറി-ബെറി. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്പന്ദനം എന്നിവയാണ് ലക്ഷണങ്ങൾ. ഒന്നുകൂടെ നോക്കാം. തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്പന്ദനം എന്നിവയാണ് ലക്ഷണങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏത്?
ടി ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏത്? ഓപ്ഷൻ ബി തൈമസ് ഗ്രന്ഥി. ഏത് താപനിലയിൽ സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? ഏത് താപനിലയിൽ സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? ഓപ്ഷൻ ബി -40°. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം. ഓപ്ഷൻ സി പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തത്? ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തത്? ഓപ്ഷൻ എ ആവൃത്തി. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. അക്വറീജിയ ഏതിൻ്റെ ഒരു മിശ്രിതമാണ്? അക്വറീജിയ ഏതിൻ്റെ ഒരു മിശ്രിതമാണ്? ഓപ്ഷൻ സി HCl HNO3. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം ഡാഷാണ്. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം ഡാഷാണ്. ഓപ്ഷൻ ബി Na2CO3 10H2O. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഏറ്റവും കൂടിയ ആനുപാതത്തിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകം ഏത്? ഏറ്റവും കൂടിയ ആനുപാതത്തിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകം ഏത്? ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത്? പ്രസ്താവന മനുഷ്യഹൃദയത്തിൻ്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ സി 3 മാത്രം. മനുഷ്യഹൃദയത്തിൻ്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് വലത് ഏട്രിയത്തിൻ്റെ വലതു മുകൾ കോണിൽ. മനുഷ്യഹൃദയത്തിൻ്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് വലത് ഏട്രിയത്തിൻ്റെ വലതു മുകൾ കോണിൽ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. 2021 ഡേവിഡ് ജൂലിയസും ആർഡെ പറ്റാപൗറ്റിനും ചേർന്ന് നൊബേൽ പുരസ്കാരം നേടിയത് ഏതു മേഖലയിലാണ്? 2021 ഡേവിഡ് ജൂലിയസും ആർഡെ പറ്റാപൗറ്റിനും ചേർന്ന് നൊബേൽ പുരസ്കാരം നേടിയത് ഏതു മേഖലയിലാണ്? ഓപ്ഷൻ എ വൈദ്യശാസ്ത്രം. ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ സി മലേറിയ പ്രോട്ടോസോവ, ടൈഫോയിഡ് ബാക്ടീരിയ, അസ്കാരിയാസിസ് വിരകൾ, ജലദോഷം വൈറസ്. ഒന്നുകൂടെ നോക്കാം. മലേറിയ പ്രോട്ടോസോവ, ടൈഫോയിഡ് ബാക്ടീരിയ, അസ്കാരിയാസിസ് വിരകൾ, ജലദോഷം വൈറസ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി ഏത്? കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി ഏത്? ഓപ്ഷൻ എ മിഠായി. കൊറോണ വൈറസിൻ്റെ വകഭേദമായ B11529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? കൊറോണ വൈറസിൻ്റെ വകഭേദമായ B11529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ഡി ഒമിക്രോൺ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം. ഓപ്ഷൻ സി ഘർഷണബലം. സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം. സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവും ഉള്ള ചലനത്തിന് ഉദാഹരണം. ഓപ്ഷൻ ബി സമവർത്തുള ചലനം. ഏതു മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലോസർ, ആൻഡൻ സിലിംഗർ എന്നിവർക്ക് 2022 ഭൗതികശാസ്ത്രത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ഏതു മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലോസർ, ആൻഡൻ സിലിംഗർ എന്നിവർക്ക് 2022 ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ സി ക്വാണ്ടം മെക്കാനിക്സ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏത്? ഓപ്ഷൻ സി BCl3. X ഒരു 2ാം ഗ്രൂപ്പ് മൂലകവും Y ഒരു 17ാം ഗ്രൂപ്പ് മൂലകവും ആണെങ്കിൽ Xും Yയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം ഏതായിരിക്കും? X ഒരു 2ാം ഗ്രൂപ്പ് മൂലകവും Y ഒരു 17ാം ഗ്രൂപ്പ് മൂലകവും ആണെങ്കിൽ Xും Yയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം ഏതായിരിക്കും? ഓപ്ഷൻ ഡി XY2. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം.
ചുവടെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ചുവടെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1 സ്റ്റീൽ ഒരു ലോഹമാണ്. പ്രസ്താവന 2 സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹസങ്കരമാണ്. ഇതാണ് തന്നിരിക്കുന്ന 2 പ്രസ്താവനകൾ. ഇതിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ബി 1 തെറ്റും 2 ശരിയുമാണ്. അതായത് ഈ പറയുന്ന പ്രസ്താവനയിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹസങ്കരമാണ് എന്ന പ്രസ്താവനയാണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നവ ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നവ ഏത്? ഓപ്ഷൻ ബി 3ഉം 4ഉം. അപ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവന ഏതാണെന്ന് നോക്കാം. പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപ്പാദനം, സൊമാറ്റോട്രോപിൻ ശരീരവളർച്ച ത്വരിതപ്പെടുത്തുന്നു. ഏതൊക്കെയാണ്? പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപ്പാദനവും സൊമാറ്റോട്രോപിൻ ശരീരവളർച്ച ത്വരിതപ്പെടുത്തുന്നു. RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്. RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്. ഉത്തരം ഓപ്ഷൻ ബി തൈമിൻ. തൈമിനാണ് RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്. അഡിനിൻ, യുറാസിൻ, സൈറ്റോസിൻ എന്നിവയ്ക്ക് RNAയിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസാണ്. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗം 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം. ഓപ്ഷൻ എ ചെറുതന, ആലപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രാസവസ്തുവിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാവുന്നത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രാസവസ്തുവിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗമുണ്ടാകുന്നത്? ഓപ്ഷൻ എ ഡോപ്പമിൻ. ഡോപ്പമിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗമുണ്ടാകുന്നത്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? ഓപ്ഷൻ സി സിറോഫ്താൽമിയ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞൻ. 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ ഡി ഡ്രൂ വെയിൽസ്മാൻ. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏത്? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏത്? ഓപ്ഷൻ ബി റേഡിയോ തരംഗം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിൻ്റെ ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗം 11.2 km/s ആണ് എങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിൻ്റെ പാലായന പ്രവേഗം എത്രയായിരിക്കും? 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിൻ്റെ ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗം 11.2 km/s ആണ് എങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിൻ്റെ പാലായന പ്രവേഗം എത്രയായിരിക്കും? ഓപ്ഷൻ സി 11.2 km/s. ഒരു തടാക പ്രതലത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? G = 10 m/s². അന്തരീക്ഷ മർദ്ദം = 1 atm. സാന്ദ്രത = 10³ kg/m³. ഉത്തരം ഓപ്ഷൻ ബി 2 atm. മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം എത്രയാണ്? മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം എത്രയാണ്? ഓപ്ഷൻ ബി 7.4. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം. ഓപ്ഷൻ എ നിക്കൽ. വായുക്കുമിളകൾ താഴെ നിന്ന് ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിൻ്റെ ഒരു ഉദാഹരണമാണ്? വായുക്കുമിളകൾ താഴെ നിന്ന് ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിൻ്റെ ഒരു ഉദാഹരണമാണ്? ഓപ്ഷൻ ബി ബോയിൽ നിയമം. ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തി ഉള്ളത്? ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തി ഉള്ളത്? ഓപ്ഷൻ ഡി ഹീലിയം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ഓപ്ഷൻ ബി ലൈസോസൈം. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ ഡി സ്പെക്ട്രം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 2024 സയൻസിൽ നിന്നും PSC ചോദിച്ചിരിക്കുന്നത്. ഇനിയുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ പുറകെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക്